എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മളൊക്കെ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകാറുണ്ടല്ലോ. ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന അവസരത്തിൽ പലരും ചെയ്യുന്ന വലിയ ഒരു തെറ്റ് അതൊന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാവരൊന്നും ചെയ്യുന്നില്ല, പക്ഷെ പലരും ചെയ്യാറുണ്ട്. ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒഴിയും, ഒരു നാണയം എടുത്തിട്ട്. അത് നമ്മളെ മൊത്തമായിട്ട് ഒഴിയുന്നതുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മുഖം മാത്രം ഒഴിയും, തല മാത്രം തലക്കുഴിഞ്ഞിട്ടൊക്കെ ഒരു നാണയം എടുത്തിട്ട് ഈ പൂജാരിമാർ വരുമ്പോൾ ആ പൂജാരിമാരുടെ കയ്യിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആ തട്ടിലേക്കിടും. ആ നാണയം അവർ പ്രസാദം തരുന്ന നാണയം തട്ടിലിടും. ഒരു കാരണവശാലും നമ്മളിത് ചെയ്യാൻ പാടില്ല. വലിയ ദോഷ. കാരണം ഈ ഒഴിയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ദുരിതമാണ്. ഈ ദുരിതങ്ങളെല്ലാം ഇല്ലാതാക്കണേ ഭഗവാനെ എന്നുള്ള ചിന്തയോട് കൂടിയാണ് ആ നാണയം വെച്ച് ഒഴിഞ്ഞിട്ട് നമ്മൾ വെക്കുന്നത്. ചില ആൾക്കാർ വീടുകളിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒഴിഞ്ഞു വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്കത് ഗുണം കിട്ടണേ ഭഗവാനെ എന്ന് വെച്ചാൽ നമ്മളൊരു പൈസ അവിടെ മാറ്റി വെക്കും. അതും ഒരു ഒഴിഞ്ഞു വെക്കൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മനസ്സുകൊണ്ട്, അങ്ങനെ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഒഴിഞ്ഞ പൈസ. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റി വെക്കുന്ന പൈസ ഒരു കാരണവശാലും ഒരു ക്ഷേത്രത്തിലെയും പൂജാരിയുടെ കയ്യിൽ കൊടുക്കരുത്. പൂജാരിയുടെ കയ്യിൽ ഒരു തട്ടമുണ്ടാവും, ഒരു തളിക, അതിലേക്കും ഇടരുത്. ഈ ഭഗവാനെ പിന്നെ എന്താ ചെയ്യും ഈ പൈസ? നമ്മൾ എവിടെ കൊണ്ടുപോയി ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭഗവാന്റെ നടക്കലുള്ള ഭണ്ഡാരത്തിൽ മാത്രം. എന്ന് വെച്ചാൽ നമ്മുടെ ദുരിതം നമ്മൾ ആ തട്ടകത്തിലോ അദ്ദേഹത്തിനോ കൊടുത്തു കഴിഞ്ഞാൽ ആ ദുരിതം അദ്ദേഹത്തിലേക്കാണ് വന്ന് ചേരുക. ഒഴിഞ്ഞു വെച്ച പൈസ മറ്റൊരാൾക്ക് നമ്മൾ പറയാറുണ്ട്, ഇത് വേറെ ആർക്കും കൊടുക്കരുത്, നിങ്ങളിത് ഭദ്രമായിട്ട് വെക്കണം, കൈമാറാൻ പോലും പാടില്ല എന്നാ പറയാ. ഒഴിഞ്ഞു വെക്കുന്ന പൈസയില്ലേ, അത് ഒരു കാരണവശാലും ഞാൻ ഒഴിഞ്ഞു വെച്ചു മോനെ ഇത് അവിടെ കൊണ്ടുപോയി വെച്ചാട്ട് എന്നിട്ട് മോനെ കയ്യിൽ കൊടുക്കരുത്. കാരണം ആ ദുരിതം ആ മോൻ്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പണം നമ്മൾ തന്നെ നമ്മുടേതായ സുരക്ഷയിൽ വെച്ച് നമ്മൾ എപ്പോഴാണോ ആ ക്ഷേത്രത്തിൽ പോകുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭണ്ഡാരത്തിൽ, നേരെ മുമ്പിലുള്ള ഭഗവാന്റെ മുമ്പിലുള്ള ഭണ്ഡാരത്തിൽ അങ്ങോട്ട് നിക്ഷേപിക്കാൻ. അതിന് പകരം ഒരാൾക്കും കൊടുക്കരുത്, ഒരു പൂജാരിയുടെ കയ്യിലും കൊടുക്കരുത്, ഒരു പൂജാരിയുടെ തട്ടകത്തിലെത്തി ഇടുകയും ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുന്നത് ആ ദുരിതം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാളായാലും വേണ്ടില്ല, പുറമേയുള്ള ആളായാലും വേണ്ടില്ല, ഒരിക്കലും കൊടുക്കരുത്. അതുപോലെ തന്നെ ഒഴിഞ്ഞ പൈസയാണെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും നമ്മുടെ കയ്യിൽ തന്ന് നമ്മൾ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ ദുരിതം മുഴുവൻ നമ്മൾ വേറേണ്ടി വരും. ചില ആൾക്കാർ പറയല്ലേ, അയാൾ ഒന്ന് കൂടോത്രം ചെയ്തിട്ടെന്ന് തോന്നുന്നു, ഒരു പൈസ അന്വേഷണം തന്നു, ഞാനത് വാങ്ങിച്ചു, അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ദുരിതം തന്നെയാണ്. എന്താ സംഭവം? അത് നമ്മൾ അറിയാതെ വാങ്ങിച്ചു. ഇത് ഒഴിഞ്ഞതാ, അയാളുടെ ദുരിതമാണ് ഒഴിഞ്ഞു തന്നിട്ടുള്ളത്, നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പൈസയും നമ്മൾ വാങ്ങിച്ചിട്ട് ഭണ്ഡാരത്തിലിട. നിങ്ങൾ ഏതായാലും അങ്ങനെ ആ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, ഒന്ന് ഈ പൈസ ഒന്ന് ആ ഭണ്ഡാരത്തിലിടണേ, ഞാൻ എൻ്റെ മോന് വേണ്ടി ഒഴിഞ്ഞു വെച്ചാണ്, വാങ്ങരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ദുരിതം നിങ്ങളെപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ദുരിതമാണ് നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലുണ്ട്, വേറൊരാളുടെ ദുരിതം നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനും കഴിയില്ല. ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ വിഷയവുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുത്തോളൂ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.